ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട ജോയിക്കായുള്ള രക്ഷാദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. NDRF സംഘം ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹരികൃഷ്ണൻ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ഇപ്പോൾ തന്നെ NDRF സംഘം അവിടെ ദൗത്യത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണോ? എന്താണ് അവിടെ നടക്കുന്ന കൂടിയാലോചന? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഹരികൃഷ്ണൻ? ഉന്മേഷ്, ഈ സംഭവ സ്ഥലത്ത്, അതായത് ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ഈ ജോയി വീണ ഭാഗത്താണ് ഈ ആമയിഴഞ്ചാൻ തോട്ടിന്റെ പ്രവേശന മുഖത്തേക്ക് NDRF സംഘം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താണ് സാധ്യമായത്, എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കാൻ കഴിയുന്നത് എന്നുള്ളത് ആലോചനയിലാണ് അവർ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നൈറ്റ് വിഷൻ ക്യാമറയുള്ള റോബോട്ടിക് സാങ്കേതികവിദ്യ അതുകൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രണ്ടാമതൊരു സാങ്കേതികവിദ്യ കൂടി അവർ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും NDRF സംഘത്തിന്റെയും സഹായത്തോടെ നിർദ്ദേശത്തോടു കൂടി ആ ഒരു നിർദ്ദേശത്തോടു കൂടിയായിരിക്കും ഇനിയുള്ള രക്ഷാദൗത്യം എന്നുള്ളതാണ്. രാത്രി ഏറെ വൈകിയും ഈ രക്ഷാദൗത്യം നീളും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇത് NDRF സംഘം ഇവിടേക്ക് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങി ഇത്തരത്തിൽ പരിശോധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അവർ അതിനെപ്പറ്റി ആലോചന നടത്തുന്നതേ ഉള്ളൂ. അത് ഒരു വലിയ വെല്ലുവിളിയേറിയ ഒരു കാര്യമാണ് എന്നുള്ളത് തന്നെയാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വെളിച്ചക്കുറവാണ്. അത് മാത്രവുമല്ല, അത്യാവശ്യം ഈ തോട്ടിൽ ഒഴുക്കുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ മാലിന്യങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ കോരി മാറ്റിയെങ്കിലും ബാക്കി മാലിന്യങ്ങൾ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതും ഒരു വെല്ലുവിളിയായി തുടരും. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ഇത് നീക്കം ചെയ്യുക, എങ്ങനെയാണ് ഇതിനകത്തേക്ക് ഇറങ്ങുക, എന്താണ് ഇനി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമായിരിക്കും NDRF സംഘം ആദ്യം ആലോചിക്കുന്നത്. അതിനുള്ള ആലോചനയിലാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും എന്താണ് അവരുടെ ദൗത്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NDRF സംഘം സ്ഥലത്തെത്തി ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ പറയാൻ പറ്റിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ കണ്ട റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ അതിന്റെ രണ്ടാമതൊരു ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ക്യാമറയൊക്കെ ഘടിപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒന്നുകൂടി ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു സഹായം കൂടി ഇതിനോടൊപ്പം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി തേടുന്നുണ്ട്. അതായത് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കും അത് കൂടുതലായും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ കുറച്ച് രീതിയിലല്ല, കുറച്ചുകൂടി വലിയ രീതിയിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കഴിയും. അതൊരു വലിയ സഹായമാകും, ഈ രക്ഷാദൗത്യത്തിന് വലിയൊരു സഹായമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, അതിലൊരു നൈറ്റ് വിഷൻ ക്യാമറയുണ്ട്. അത് ഘടിപ്പിച്ച് അതിനകത്തേക്ക് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്താണ് ഈ തോട്ടിനുള്ളിൽ, ഈ ടണലിനുള്ളിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് പുറത്തുനിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. ആ മോണിറ്റർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു കാര്യങ്ങൾ കൂടി നോക്കുന്നത് എന്നുള്ളത്. എന്തായിരിക്കും അതിന്റെ മറ്റു കാര്യങ്ങൾ, അതായത് രക്ഷാദൗത്യം എങ്ങനെ വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ, എങ്ങനെയായിരിക്കണം അതിനകത്തേക്ക് നീങ്ങേണ്ടത്, എത്രത്തോളം വെള്ളമുണ്ട്, ചെളിയുണ്ട്, മാലിന്യങ്ങളുണ്ട് എന്നുള്ളത് ഈ 40 മീറ്ററിനകം 40 മീറ്റർ ആണ് നേരത്തെ അവർ വൃത്തിയാക്കിയത്. അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് ആയിരിക്കും നീക്കുന്നത്. അത് മാലിന്യങ്ങളായിരിക്കും നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങളിൽ അങ്ങോട്ട് പോയി മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ചെളിയടക്കം നീക്കം ചെയ്ത് എന്താണ് ഇനി അടക്കേണ്ട നടപടി എന്നായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ ഒരു സാങ്കേതിക വിദ്യയുടെയും അതേപോലെ തന്നെ NDRFന്റെയും സഹായത്തോടു കൂടിയായിരിക്കും ഇനിയുള്ള രക്ഷാദൗത്യം. ഈ രാത്രി ഏറെ വൈകിയാലും ഇപ്പോൾ സമയം ഏതാണ്ട് 12:30 എടുക്കുന്നു. ആ സമയത്തും ഇത്തരത്തിൽ രക്ഷാദൗത്യം നീളുന്നൊരു സാഹചര്യം എന്നുള്ളതാണ്. നേരത്തെ കൊണ്ടുവന്ന ഒരു റോബോട്ടിക് സാങ്കേതിക വിദ്യ, അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ കൂടി ഈ രാത്രി ഏറെ വൈകിയും ഇറക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ കൊണ്ടുവന്നത് അത് ഇവർക്കേറെ ഉപകാരപ്രദമായി എന്നുള്ളതാണ്. അതായത് ഈ തരത്തിൽ കുറച്ചധികം മാലിന്യങ്ങൾ കോരി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് ഒരു വളരെ കുറഞ്ഞ അളവിൽ ആയി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മെഷീനിലേക്ക് അല്ലെങ്കിൽ ഒരു റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേതായാലും ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള രക്ഷാദൗത്യം എന്നുള്ളതാണ്. ചെളിയും മാലിന്യങ്ങളും ഒക്കെ നീക്കം ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു മെഷീൻ കൂടിയാണ്. അതിനകത്തേക്ക് ഈ ക്യാമറ ഘടിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് പുറത്തു നിന്ന് ഈ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി ഇതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, മോണിറ്ററൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. അതേതായാലും രക്ഷാദൗത്യത്തെ ഏറെ സഹായിക്കുന്ന ഒന്നുകൂടിയായിരിക്കും ഉന്മേഷ്. എന്തായാലും അതിനോടൊപ്പം തന്നെ NDRF സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ രാവിലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി നിന്ന ഈ ഫയർഫോഴ്സും പോലീസും മറ്റാളുകളും ഒക്കെ ഇവിടെയുണ്ട്. അവരുടെയും കൂടി നേതൃത്വത്തിൽ നിർദ്ദേശാനുസരണമായിരിക്കും ഇനിയുള്ള രക്ഷാദൗത്യം. ഉന്മേഷ്, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
അലക്സ് റാം മുഹമ്മദ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. അലക്സ്, അപ്പോൾ NDRF സംഘം കൂടി എത്തിയിട്ടുണ്ട്. പുതിയ സാങ്കേതിക വിദ്യ അത് ആ റോബോട്ടിക്സ് ടീം അവരത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചന, അലക്സ്? ഉന്മേഷ്, അവർക്ക് നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ അവർ ഈ സംവിധാനം വെള്ളത്തിലേക്ക് ഇറക്കാൻ അവർ സജ്ജമാണെന്നാണ് അവർ അല്പം മുമ്പ് വിശദീകരിച്ചത്. അവർ ഒരുക്കമാണ്. അവർ പറയുന്നത് ഇതിൽ വിഷൻ പോസിബിളാണ്, അതായത് വെള്ളത്തിനുള്ളിൽ നിന്നുള്ള വിഷൻ പോസിബിളാണ്. അത് മാത്രമല്ല ഏതാണ്ട് ഒരു 200-250 കിലോയോളം അവർക്ക് പുഷ് ചെയ്യാൻ സാധിക്കും, അതായത് ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ച് പുഷ് ചെയ്ത് നീക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലസ്സായി അവർ പറയുന്നത്. കാരണം ഈ ടണൽ സ്വാഭാവികമായി ടണലിനുള്ളിൽ മാലിന്യം കെട്ടി നിൽക്കുന്നുണ്ടാകാം. അതൊരു പരിധി വരെ അവർക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് അത് തള്ളി നീക്കി അത് കഴിഞ്ഞ് ഈ ക്യാമറ ഉപയോഗിച്ചുള്ള വിഷൻ സാധ്യമാകുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ജാമായിട്ടാണ് ഇത് നിൽക്കുന്നതെങ്കിൽ അത് തീരെയും മാലിന്യം പോകാതെ പ്ലാസ്റ്റിക് മാലിന്യവും കുപ്പികളും മറ്റുമൊക്കെയായി ആ ടണൽ ജാമായാണ് നിൽക്കുന്നതെങ്കിൽ അത് വിഫലമാകും. ആ ശ്രമം പിന്നെ മുന്നോട്ട് പോകില്ല എന്നും അവർ പറയുന്നുണ്ട്. അതല്ല, എന്തെങ്കിലും വിധത്തിലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, സാധ്യതയുണ്ടെങ്കിൽ അത് ഈ മെഷീൻ ഉപയോഗിച്ച് സാധ്യമാകുമെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൃത്യമായി തന്നെ അത് നിരീക്ഷിക്കാൻ സാധിക്കും. ഒപ്പം അല്പം മാലിന്യം തള്ളി നീക്കി വിടാനും സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അധികാരികളുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് അവർ ഈ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ അവർ സജ്ജമാണ് എന്നവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ആമയിഴഞ്ചൻ തോടിന്റെ സമീപത്ത് തന്നെ, അതായത് ആ തോട്ടിലേക്കുള്ള ഓപ്പണിങ്ങിന് സമീപത്ത് തന്നെ യന്ത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഒരു സംഘം അവരിവിടെ എത്തിയിട്ടുണ്ട്. തിരുവല്ലയിൽ നിന്ന് എത്തിച്ചേർന്ന സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ വന്ന് പ്രാഥമിക ആലോചന നടത്തി, പരിശോധന നടത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അവർക്ക് ഇന്ന് എന്ത് ചെയ്യാനാകും എന്നുള്ള കാര്യം ആലോചിക്കുക. അവരുടെ സംഘം ഇതിനുള്ളിലേക്ക് ഇന്ന് ഇറങ്ങുന്നുണ്ടോ, ഇന്ന് ഈ ടണലിനുള്ളിൽ ഇറങ്ങിയുള്ള പരിശോധന സാധ്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ അവർ സ്വാഭാവികമായി പരിഗണിക്കും, അവർ സ്വാഭാവികമായി വിലയിരുത്തും എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഉന്മേഷം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് ഈ പകൽ സമയത്ത് പോലും ഇതിനകത്ത് ഇറങ്ങുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു സ്കൂബ സംഘത്തിന്. അവർ ഈ ഒഴുക്കിലും അതുപോലെ തന്നെ ഈ ഇത്ര കണ്ട് മാലിന്യമുള്ളപ്പോഴും അവർക്ക് പരമാവധി ആ പകൽ വെളിച്ചത്തിൽ പോലും അവർക്ക് ഇറങ്ങാൻ സാധിച്ച പരമാവധി ദൂരം 40 മീറ്ററാണ്. ഈ കാണുന്ന പ്രധാനപ്പെട്ട ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഈ മേഖലയിൽ നിന്ന്, അതായത് ജോയി ഇറങ്ങിയ ഈ മേഖലയിൽ നിന്ന് അവർക്ക് എത്താൻ സാധിച്ച പരമാവധി ദൂരം 40 മീറ്ററാണ്. അതിനുള്ളിൽ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 40 മീറ്റർ കൂടി വരും ആ 3-ാം ട്രാക്കിനടുത്തെ മാൻഹോളിൻ്റെ ഓപ്പണിങ്ങിലടുത്തേക്ക്. ആ 40 മീറ്ററാണ് നിർണായകമായ സ്ഥലം. അവിടെ ജോയി കുടുങ്ങിയിട്ടുണ്ടാകും എന്നാണ് സ്വാഭാവികമായി എല്ലാ രക്ഷാപ്രവർത്തകരും രക്ഷാസേനയും കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, ഒരു രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചാണ്. അവർ നേരെ അപ്പുറത്ത്, അതായത് ഈ 5-ാം ട്രാക്കിനപ്പുറത്ത്, 5-ാം പ്ലാറ്റ്ഫോമിന് അപ്പുറത്തൊക്കെ നേരത്തെ പരിശോധന നടത്തിയിരുന്നു. ഈ മാലിന്യത്തിന്റെ ആധിക്യം അവിടെയും ഉണ്ട്. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിന് അപ്പുറത്തേക്ക് ഈ ടണൽ അവസാനിച്ചത് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് തന്നെ കയറുന്നൊരു പ്രദേശത്ത് അത്യാവശ്യം ഫ്ലോ ഉണ്ട്, വെള്ളം ഒഴുകുന്നുണ്ടെന്നാണ് അവർ മനസ്സിലാക്കുന്നവർ കാണുന്നത്. അല്ലാതെ കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ടാണ് ആ പരിശോധന കൂടുതൽ ഇപ്പുറത്തേക്ക് കേന്ദ്രീകരിച്ചത്. ആ പരിശോധന മണിക്കൂറുകൾ പിന്നിടുന്നു, 12 മണിക്കൂറിനോട് അടുക്കുന്നു. മനുഷ്യ സാധ്യമായതെല്ലാം ഈ രാത്രി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മനുഷ്യന് സാധിക്കാത്തത് യന്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയോട് കൂടി സഹായത്തോടു കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ജോയിയെ ജീവനോടെ പുറത്തെത്തിക്കാനാകും എന്ന പ്രതീക്ഷ ഇപ്പോഴും അവർ വെച്ച് പുലർത്തുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു ടീം വർക്കാണ്, ഏകോപനത്തോടെയുള്ള ഒരു പ്രവർത്തനമാണ്. ജനപ്രതിനിധികൾ, നഗരസഭയുടെ ഭാഗത്തു നിന്ന് മേയർ ഇവിടെയുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, മണിക്കൂറുകളായി ജനപ്രതിനിധികൾ ഇവിടെ തുടരുന്നുണ്ട്, കളക്ടർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, ഒപ്പം ഉദ്യോഗസ്ഥരുണ്ട്, റെയിൽവേ ഉദ്യോഗസ്ഥരുണ്ട്, റെയിൽവേ ഫോഴ്സിന്റെ സേനാംഗങ്ങളുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഡിവൈഎഫ്ഐയുടെ സന്നദ്ധ സേവന രംഗത്തുള്ള പ്രവർത്തകരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, പൊതുജനങ്ങളുണ്ട്. അത്തരത്തിലൊരു കൂട്ടായ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ പരമാവധി മാലിന്യം നീക്കം ചെയ്യാനാകുന്നത് അവർ നീക്കം ചെയ്തിട്ടുണ്ട്. ഈ 2 സ്ഥലത്തു നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഈ കാണുന്ന ആമയിഴഞ്ചാൻ തോട്ടിന്റെ ഈ പ്രധാനപ്പെട്ട ഭാഗത്ത് നിന്ന് പരമാവധി ഈ നഗരസഭയിലെ ശുചീകരണ ജീവനക്കാരും അതുപോലെ മറ്റുള്ളവരും ഒക്കെ ചേർന്ന് അവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് നമ്മൾ കണ്ടത് ആ 3-ാം ട്രാക്കിനടുത്താണ്. 3-ാം ട്രാക്കിനടുത്ത് ആ മാൻഹോളിന്റെ ഓപ്പണിങ്ങിൽ നിന്ന് ആ യന്ത്രക്കൈക്കെത്തി ശേഖരിക്കാൻ പറ്റുന്ന അത്രയും ചെളിയും അതുപോലെ മാലിന്യവും അവിടെ നിന്ന് അത് ശേഖരിച്ചത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രതിസന്ധിയാകുന്നത് ഈ ടണലിന്റെ നീളം ഉള്ളിലേക്കുണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് ആ കൈ പോകില്ല എന്നുള്ളതാണ്, ആ യന്ത്രക്കൈ അവിടേക്ക് എത്തില്ല എന്നുള്ളതാണ് പ്രതിസന്ധിയാകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അതല്ലാത്തൊരു ശ്രമം
ഒരു മാനുവലായ ഒരു ശ്രമം അവിടെ നിന്ന് ഡിവൈഎഫ് പ്രവർത്തകർ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. നീളം കൂടിയ കൈക്കോട്ടുകൾ കൊണ്ട് മൺവെട്ടികൾ കൊണ്ട് നമ്മാട്ടികൾ കൊണ്ട് അതിനകത്തേക്കിട്ടവർ ആ മാലിന്യം നീക്കം ചെയ്യുന്നുള്ള ഒരു നടപടി ആ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു ഘട്ടത്തിൽ അതിനുള്ളിൽ ഇറങ്ങി ആരെങ്കിലും ഒരാൾക്ക് അതിനുള്ളിൽ ഇറങ്ങി ആ തടസ്സം നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്തിയാലോ എന്ന് പോലും അവർ ആലോചിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ സാധ്യമായതെല്ലാം ആലോചിക്കുന്നു എന്നുള്ളതാണ്. NDRFിൻ്റെ സംഘമുണ്ട്. അവർ ഇന്ന് അവരുടെ ആക്ഷൻ തുടങ്ങുമോ എന്നുള്ള കാര്യം സംശയമാണ്. അവർ പരിസരത്ത് വന്ന് പ്രാഥമിക വിലയിരുത്തൽ നടത്തി തിരികെ പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥരോടും കളക്ടറോടും മേയറോടും ഒക്കെ ഈ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അവർ തിരികെ പോയിട്ടുണ്ട്. അവർ ഒരുപക്ഷെ ഒന്നുകിൽ ഇന്ന് ജോയിയെ കണ്ടെത്താനായില്ല എങ്കിൽ ഏറ്റവും പുലരുന്ന സമയത്ത് തന്നെ അവർ ഈ ടണലിലിറങ്ങിയുള്ള അവരുടെ ഓപ്പറേഷൻ ആരംഭിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്താണെങ്കിലും അവരുമുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഈ 12-ാം മണിക്കൂറിലും അത് പുരോഗമിക്കുന്നു. ജോയിയെ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷ ഇപ്പോഴും വെച്ച് പുലർത്തുന്നു അധികാരികൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ഈ മനുഷ്യരൊക്കെ അത്തരമൊരു ആഗ്രഹം വെച്ച് പുലർത്തുന്നുണ്ട്. അവരിവിടെ തുടരുന്നുണ്ട്. ഈ 12-13 മണിക്കൂറിലേക്ക് അടുക്കുന്നു ഉന്മേഷ് ഈ അപകടം നടന്നിട്ടെന്നുള്ളതാണ്. ആ സമയത്ത്, അതായത് നമ്മൾ ഈ കാണുന്ന ആ മേഴഞ്ചാൻ തോടിൻ്റെ ഈ പ്രദേശത്ത് ആ സമയത്ത് ഏതാണ്ട് കഴുത്തറ്റം വരെ വെള്ളമുണ്ടായിരുന്നൊരു സമയമാണ്. ആ സമയത്ത് നിറഞ്ഞ് കവിഞ്ഞു കിടന്ന മാലിന്യമാണ് നമ്മളിവിടെ കണ്ടത്. ആ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്തത് ഈ ശുചീകരണ പ്രവർത്തകരാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന് അക്കം കൂട്ടിയത്, വേഗത നൽകിയത് അവരുടെ ഇടപെടലാണ്, അവരുടെ പ്രവർത്തനമാണ്. തുടർന്ന് അതിനുള്ളിലേക്ക് അവരിറങ്ങി ഏതാണ്ട് 40 മീറ്ററോളം ഈ സ്കൂബ സംഘം ഇതിനകത്തേക്ക് പോയതും നമ്മൾ കണ്ടതാണ്. 2 ഘട്ടമായാണ് ഈ സ്കൂബ സംഘം ഇതിനകത്തേക്ക് പോയത്. ആദ്യഘട്ടത്തിൽ അവർ 30 മീറ്ററാണ് അവർക്ക് പോകാൻ സാധിച്ചത്. അതിന് കഴിഞ്ഞ് മറ്റേതെങ്കിലും അകത്തുകൂടെ കയറി സമാന്തരമായ മറ്റൊരു അന്വേഷണം, ഇൻസ്പെക്ഷൻ കൂടി നടത്തിയാലോ എന്നുള്ള ആലോചന അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് അത്ര കണ്ട് ശ്രമകരമായില്ല, നടന്നില്ല എന്നുള്ളത് കണ്ട് അവർ വീണ്ടും ഇവിടേക്ക് തിരിച്ചെത്തി 20 മീറ്റർ കൂടി അകത്തേക്ക് പോയി. അതായത് ആകെ 40 മീറ്റർ അവർ ഇതിനകത്തേക്ക് പോയി എന്നുള്ളതാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇരുട്ട് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു പ്രശ്നം, അതായത് എവിടെയാണ്, ടണലിൻ്റെ ഏത് ഭാഗത്താണ് ഈ മാലിന്യം ഇങ്ങനെ ജാമായിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.